ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പോയത് കാലിക്കറ്റ് കാഫേയിലാണ്. ഈ കാലിക്കറ്റ് കാഫേ എന്ന് പറയുമ്പോൾ കാലിക്കറ്റിലല്ല കേട്ടോ, ശരിക്കും ഇത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറഞ്ഞ മീൻസ് ശരിക്കും പറഞ്ഞാൽ ഈ കായംകുളം അടൂരിന് ഇടയ്ക്ക് വരുന്നൊരു പ്ലേസാണ്. മീൻസ് കരിമളയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കാഫേ ഉള്ളത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിവിടെ ആദ്യമായിട്ട് വരുവാണേ. ഈ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് പല രീതിയിൽ, മീൻസ് കോളേജ് പിള്ളേർക്ക് ഇരിക്കാൻ പറ്റിയ ടൈപ്പ്, അല്ലെങ്കിൽ കപ്പിൾസിന് ഇരിക്കാൻ ഉള്ള ടൈപ്പ്, ഫാമിലി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംബിയൻസ് ഒക്കെ ഇത്രയും സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് റേറ്റ് ഫുഡിനൊക്കെ അങ്ങനെയൊന്നുമില്ല. നോർമൽ നമുക്ക് പുറത്ത് ഏത് വിലയ്ക്കാണോ കിട്ടുന്നത് ആ സെയിം റേറ്റ് തന്നെയാണ്, അതിലും കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ. ആസ് കമ്പയർഡ് പുറത്തുനിന്നും കാട്ടിലും കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ റേറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ഐറ്റംസ് ഉള്ളത്, നമ്മളൊരു ഈവനിങ് 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, ബനാന കട്ട്ലേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ചിക്കൻ ചീസ് ബോക്സ്, പിന്നെ അടുത്ത ഈ കട്ട്ലേറ്റ് പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ചീസ് കട്ട്ലേറ്റ് ആണേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചീസ് റോൾ ഉണ്ടായിരുന്നു. അതെ, ഇത് കണ്ടോ, ബനാന മീൻസ് കായ്പോള. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിക്കൻ സമോസ ഇരിപ്പുണ്ടായിരുന്നു. ആ ഇടയ്ക്കിരിക്കുന്ന സംഭവം ചീസ് റോളാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാവേ. അങ്ങനെ ഞാൻ അവിടെ അകത്ത് കയറിയിട്ട് അകത്തുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇത് കണ്ടോ, റൗണ്ട് ടേബിൾ. അതിൽ നമുക്കിങ്ങനെ വലിച്ച് നിൽക്കുന്ന ടൈപ്പ് ഒരു ചെയറാണ്, നല്ല രസമാണ്. നമുക്കത് അങ്ങനെ അധികം എടുത്തൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡ് സൈഡിൽ ചെറിയൊരു സോഫ പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതുള്ള ടേബിളുള്ള സംഭവം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ ചീസ് റോളാണ്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ ചീസ് റോളിൻ്റെ പറയാമെന്ന്. ചീസ് റോള് ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതാണ്. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തതല്ല, ഓയിലില്ലായിരുന്നു ഇതിൽ. കാരണം അതുകൊണ്ട് നമുക്ക് ആ വെജിറ്റബിളിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഓവനിൽ വെച്ചാണ് ചെയ്തേക്കുന്നത്, ഫ്രൈ ചെയ്തതല്ല. അതിലേക്ക് നമുക്ക് ക്യാബേജ് ഉണ്ടായിരുന്നു, ക്യാരറ്റും ചിക്കനും, പിന്നെ അതുപോലെ ചീസ് അത് മെൽറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് നല്ല കുറച്ച് ഹാർഡായിരുന്നു, മീൻസ് നല്ല ക്രിസ്പി ആയിരുന്നു. ഇതെനിക്ക് നമ്മുടെ ചേച്ചി പറഞ്ഞു തന്നതാണ്, അല്ലാതെ എനിക്കറിയില്ല. ഞാനപ്പോൾ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വോയിസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വെറൈറ്റീസ് ഓഫ് ടീസ് ആൻഡ് കോഫീസ്, നമുക്ക് പല മീൻസ് ജിഞ്ചർ ടീ, മസാല ടീ, ജിഞ്ചർ കോഫി, മസാല കോഫി, അങ്ങനെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീസ് ആൻഡ് കോഫീസും ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ്. വെറൈറ്റീസ് ആയതുകൊണ്ട് റേറ്റിന് ഒരു മീൻസ് കൂടുതലും ഇല്ല. നമുക്ക് പുറത്ത് കിട്ടുന്ന അതേ സെയിം റേറ്റ് തന്നെ നമുക്കിവിടെ മസാല ടീസും ജിഞ്ചർ ടീസും എല്ലാം കിട്ടിയത്. ഞങ്ങൾ പകുതി ആൾക്കാർ ജിഞ്ചർ ടീയും പകുതി ആൾക്കാർ മസാല ടീ ആണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. മധുരം കുറച്ച് കൂടുതലായിരുന്നു, പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ടീ വന്നപ്പം വീഡിയോ എടുക്കാനങ്ങ് മറന്നുപോയി. ആ ടീ കിട്ടിയപ്പം അത് കാരണമാണ് 4 ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്താണ്. ഇപ്പോൾ ഓർത്തു വന്നാൽ പിന്നെ 4 ഗ്ലാസിൻ്റെ ആയിക്കോട്ടെ, വീഡിയോ ഇടാം, എന്നിട്ട് അതിന് വോയിസ് കൊടുക്കാമെന്ന് ഓർത്തു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മെനു കാർഡ് ഫുള്ള് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും റേറ്റ് സാധാരണ പുറത്ത് കിട്ടുന്നതിലും കുറച്ചുകൂടെ കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് സാധാരണ വേറൊരു റെസ്റ്റോറൻറ്റോ കഫേയോ അല്ലെങ്കിൽ സ്നാക്സ് കടയാണെങ്കിലും ഇതിൽ റേറ്റ് നല്ല കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിസിറ്റ് ചെയ്യണമെങ്കിൽ താരം ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ കമൻറ്റിൽ പിൻ ചെയ്ത് തരാം. ഓക്കെ, മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ്, ഒരു കഫേ തന്നെയാണ് ഇത് കേട്ടോ. കാരണം നമുക്ക് മീൻസ് കൊള്ളത്തില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ആംബിയൻസും എല്ലാം വെച്ചിട്ട് നല്ല സൂപ്പർ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൂടെ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.